വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. ക്രിസ്റ്റൽ പാലസ് നീൽ, മാൻ യുണൈറ്റഡ് നീൽ. ഫ്രസ്ട്രേറ്റിംഗ് റിസൾട്ട് എന്നല്ലാതെ വേറൊന്നും തന്നെ പറയാനുള്ളത്. മാത്രമല്ല ഈ ഒരു റിസൾട്ടിനെ ഓവറോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പോലും പറ്റില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കിട്ടിയ ചാൻസ്, അതുപോലെ തന്നെ ആ ഗെയിമിനെ നമ്മൾ കൺട്രോൾ ചെയ്തത്, അവർക്ക് ആകെ ഒരു ചാൻസ് വന്നതാണ് എസ്എക്ക് വന്നത്. അത് 40 മിനിറ്റിന് ശേഷം. ഈ ക്രിസ്റ്റൽ പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ക്വാഡിൽ അത്യാവശ്യം ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വലിയ ടീമുകളൊക്കെ നോട്ടം ഇടുന്ന കുറേ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടീമിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി എന്താ പറയുക, വൺ സൈഡഡ് ആയിട്ട് നമ്മൾ ആ മത്സരത്തിന് നമ്മൾ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് പ്രശംസനീയാർഹമായ കാര്യമാണ്. പക്ഷേ വൈ കോൺ വി സ്കോർ ഗോൾസ് മാൻ? അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ചോദ്യം. കാരണം ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസസ് മിസ്ഡ് എന്നുള്ള കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മളാണ്, രണ്ടാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല, ലിവർപൂളൊക്കെയാണ്. പക്ഷെ അവരൊക്കെ മത്സരങ്ങൾ വിജയിക്കുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ട് വിജയിക്കാൻ പറ്റുന്നില്ല? അതുപോലെ തന്നെ ഇന്നലത്തെ ഇൻ ഗെയിം മാനേജ്മെൻറ്റ്, എൻ്റെ പൊന്നോ, അത് കണ്ടപ്പോൾ തന്നെ അറിയാമായിരുന്നു ഈ കളി മിക്കവാറും പൊട്ടു അല്ലെങ്കിൽ ഡ്രോ ആകും എന്നുള്ള കാര്യം. നമ്മൾ കംപ്ലീറ്റ്ലി ടെൻഹാഗ് കൊണ്ട് നശിപ്പിച്ചത് ഇൻ ഗെയിം മാനേജ്മെൻറ്റിലാണ്. അതുപോലെ തന്നെ ഓവറോൾ നോക്കിക്കഴിയുമ്പോൾ 5 മത്സരങ്ങളിൽ 2 വിജയം, 1 ഡ്രോ, 2 തോൽവി എന്നുള്ളതാണ് നോട്ട് ഗുഡ്. നമ്മൾ മിഡ് ടേബിളിലും താഴെയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. പക്ഷേ പ്രോഗ്രസ്, നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ പോയി 4-0 തോറ്റതാണ്. അതുപോലെ തന്നെ 2 തവണ ക്രിസ്റ്റൽ പാലസിനെതിരെ പൊട്ടിയതാണ്. അതും കൂടി നമ്മൾ മനസ്സിൽ വെക്കേണ്ടതാണ്. പക്ഷേ വി നീഡ് ടു സ്റ്റാർട്ട് വിന്നിങ് ദിസ് ഗെയിംസ്. മാത്രമല്ല നമ്മൾ ക്ലിനിക്കലായിരുന്നെങ്കിൽ, അതുപോലെ നമുക്ക് നല്ല ഭാഗ്യമില്ല എന്നുള്ളതാണ് കുറച്ചുകൂടി കൂടുതൽ പറയാൻ പറ്റുള്ളൂ. കാരണം 2 തവണ ക്രോസ് ബാറും അടിച്ചു പോയി, ഒരെണ്ണം അമാദിൻ്റെ ബ്രൂണോടെ. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ സിർക്സിയുടെ കാര്യം എസ്പെഷ്യലി എടുത്ത് പറയണം. കാരണം ഇപ്പോൾ ഫുട്ബോളിനെ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുന്ന ആൾക്കാരൊക്കെ പറയും ചിലപ്പോൾ സിർക്സി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയും. പക്ഷേ കളി കാണുന്ന ആൾക്കാർക്കറിയാം സിർക്സി എന്ന് പറഞ്ഞ ഒറ്റ പ്ലെയറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. വളരെ സിമ്പിൾ ടൈഡി ഫുട്ബോൾ കളിക്കുന്ന. ഇപ്പം ഇന്നലെ തന്നെ ബ്രൂണോയ്ക്ക് ഒരു പാസ് വെച്ച് കൊടുത്തിരുന്നു. 2-3 ഡിഫൻഡേഴ്സിനെ പുള്ളിനെ ആ ഒരു സൈഡിലേക്ക് വലിച്ചിട്ട് പുള്ളി നടുക്ക് ബ്രൂണോയ്ക്ക് ഒരു പാസ് വെച്ച് കൊടുത്തു. കിടിലം പാസ്സാണ് സെക്കൻഡ് ഹാഫിൽ. ബ്രൂണോ അത് ഔട്ട് സൈഡ് ബൂട്ട് കൊണ്ട് അടിച്ച് പുറത്തേക്ക് അടിച്ച് കളഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യാവുന്ന ഒരു അവസരം. ബ്രൂണോ വളരെ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ തന്നെ ഈ പ്ലെയർ റേറ്റിംഗ്സ് പറഞ്ഞ കാര്യത്തിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഈ സംഭവം കണ്ടാൽ മനസ്സിലാവും. കാരണം അതാകെ പച്ച കത്തി കിടക്കുന്ന ബ്രൂണോ ആണ്. 8.3 ഒക്കെയാണ് റേറ്റിംഗ് കാണിക്കുന്നത്. പക്ഷേ ഇന്നലെ ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ ബ്രൂണോ ആയിരുന്നു. 34 തവണ ബ്രൂണോയുടെ കയ്യിൽ നിന്ന് പൊസിഷനൊക്കെ ലോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇന്നലെ ആ സബ്സ്റ്റിറ്റ്യൂഷനുകളാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ ആ ഒരു മൊമെൻറ്റം കളഞ്ഞത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായി പോയി. കാരണം സിർക്സി നമുക്കറിയാം അത്രയും നേരം ബാക്കിയുള്ള പ്ലെയേഴ്സിനൊക്കെ കളിയിലേക്ക് കൊണ്ടുവരുന്നു, നമ്മൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ഇൻ്റലിജൻസ് ഉണ്ടല്ലോ. അപ്പോൾ സിർക്സിയുടെ ഇൻ്റലിജൻസ് ഉണ്ട്, അമാവിൻ്റെ ഇൻ്റലിജൻസ് ഉണ്ട്, മസ്റോവിയുടെ ഇൻ്റലിജൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഗുണം കിട്ടിക്കൊണ്ടിരിക്കുക. അതിനുശേഷമാണ് സിർക്സിനെ മാറ്റിയിട്ട് റാഷ്ഫോർഡ് വന്നത്. റാഷ്ഫോർഡ് നമുക്കറിയാം, റാഷ്ഫോർഡിന് ഹോൾഡ് പ്ലേ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോനെ മാറ്റിയിട്ട് അവിടെ സിർക്സിനെ പിടിച്ചിടുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഹോയ്ലൻഡിനെ സെൻട്രൽ ഫോർവേഡായിട്ട് കളിപ്പിക്കുക. അതുപോലെ തന്നെ ഗാർനാച്ചോനെ മാറ്റിയിട്ട് ഒന്നല്ലെങ്കിൽ റാഷ്ഫോർഡ് ഇറക്കുക. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഗാർനാച്ചോ കംപ്ലീറ്റ്ലി ആ ഒരു സൈഡിൽ പിന്നെ കാണുന്നുണ്ടായില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ ഗാർനാച്ചോയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻ ഗെയിം മാനേജ്മെൻറ്റിൽ വന്ന പാളിച്ചകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിലപ്പെട്ട 2 പോയിന്റുകൾ കളഞ്ഞത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റികൾ കിട്ടാൻ തുടങ്ങി. എസ്ഐക്ക് ശരിക്കും പറഞ്ഞാൽ 2 ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായി. അതുപോലെ തന്നെ ഒനാന ഒരു ഡബിൾ സേവ് ഒക്കെ നടത്തിയിരുന്നു. ഒനാന ഇന്നലെ സോളിഡ് ആയിരുന്നു. ഇന്നലെ ഒനാനയുടെ നല്ല പ്രകടനമാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ പിന്നെ പറയേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻഡേഴ്സൺ ആണ്. ഹെൻഡേഴ്സൺ ഹി ഹാവ് എ പോയിന്റ് ടു പ്രൂവ് എന്നുള്ള പോലെ അങ്ങനത്തെ ഒരു കളിയാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഇന്നലത്തെ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നതും ഗോൾ കീപ്പറായ ഡീൻ ഹെൻഡേഴ്സൺ ആണ്. അപ്പോൾ അതാണ് ശരിക്കും വളരെ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട്. നമുക്കിവിടെ കയ്യിലിരുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെ ഷുവറായിട്ട് കിട്ടേണ്ടിയിരുന്ന 3 പോയിൻറ്റ്സാണ് നമ്മളവിടെ കൊണ്ടുപോയി തുലച്ചത് എന്ന് പറയാം. അപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഹൂ ഈസ് റെസ്പോൺസിബിൾ? ഇതിനെക്കുറിച്ച് തീർച്ചയായും കമൻറ്റുകളായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.